വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് ഞാനൊരു പുതിയ ചാപ്റ്ററാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. In India, you know, all the companies must be formed and incorporated under the Companies Act. That means in order to form a company must get incorporation certificate from the company registrar. Moreover, certificate of commencement also necessary to get started for a public limited company. Now, company start ചെയ്യുന്ന ഇനിഷ്യൽ സ്റ്റേജിൽ ആരാണ് ഇതിന്റെ ബിഹൈൻഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്? യു നോ ദാറ്റ് പ്രൊമോട്ടേഴ്സ്. നമ്മളാണ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് വിചാരിക്കുക. നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഏതെങ്കിലും ഒരു എക്സാമ്പിളിലൂടെ പറയുവാണ്. സപ്പോസ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ചപ്പൽ ബിസിനസ്. The name of that company is India Chappals Limited. So, നമ്മൾ ഇന്ത്യ ചപ്പൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കമ്പനി രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷന് വേണ്ടി നോക്കിയിരിക്കുന്ന കാലഘട്ടം. ഈ സമയത്ത് ഇതേപോലെ ബിസിനസ് ഒരെണ്ണം, ഒരു സോൾ പ്രൊപ്പറേറ്റർ ബിസിനസ്, അതർവൈസ് പാർട്ണർഷിപ്പ് ബിസിനസ്, നോട്ട് അനദർ കമ്പനി. നമ്മുടെ കമ്പനിക്ക് സാമ്യമായി നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിന് അനുകൂലമായ പരിതസ്ഥിതിയിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഹരിത ചപ്പൽസ്, അതൊരു സോൾ പ്രൊപ്പറേറ്ററുടെ ബിസിനസ്സാണ്. ഹരിത ചപ്പൽസ്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഇന്ത്യ ചപ്പൽസ് ലിമിറ്റഡ്. So we decided to purchase that business from that sole proprietor before incorporation certificate, before commencing our business. അപ്പോൾ കമ്പനി ആകുന്നതിന് മുമ്പ് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ ഹരിത ബിസിനസിന്റെ സോൾ പ്രൊപ്പറേറ്ററുടെ അടുക്കൽ പോയി അയാളുമായിട്ട് നെഗോഷിയേഷൻസ് നടത്തി അയാളുടെ ബിസിനസ്സിന് ഒരു വില പറഞ്ഞു. അതിനെ കൺസിഡറേഷൻ ആയിട്ട് ഷെയറോ ഡിബഞ്ചറോ അല്ലെങ്കിൽ ക്യാഷോ കൊടുക്കാമെന്ന് പറഞ്ഞു. മനസ്സിലാക്കണം. അപ്പൊ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ വി ഹാവ് ടു പേ ദ പർച്ചേസ് കൺസിഡറേഷൻ. ഇതൊരു ബിസിനസ് അക്വിസിഷൻ ആണ്. വി ആർ അക്വയറിംഗ് എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ബിഫോർ കമൻസിംഗ് അനദർ ബിസിനസ് ഓർ ബിഫോർ ഗെറ്റിംഗ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്. നമുക്കൊരു ഉദാഹരണത്തിന് ജാനുവരി 1, 2019 ജാനുവരി 1, 2019 നമ്മൾ ഹരിത ചപ്പൽസിന്റെ അടുക്ക പോകുന്നു. ഹരിത ചപ്പൽസിനോട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു വില പറഞ്ഞു ഹരിത ചപ്പൽസിനെ വാങ്ങിക്കുന്നു. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങൾ കടന്നുപോയി. ഈ 3 മാസം നമ്മൾ ഹരിത ചപ്പൽസിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. April 1 ആയപ്പോൾ the company registrar give the certificate of incorporation. So company officially formed on April 1. ഇനി ഹരിത ചപ്പൽസിന് പകരം ഇന്ത്യ ചപ്പൽസ് ലിമിറ്റഡ് ആണുള്ളത്. മാസങ്ങൾ വീണ്ടും 9 കൂടെ കടന്നുപോയി. ഡിസംബർ 31 ആയി. അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട ഡേറ്റ് ആയി. We are closing the accounts on December 31. Assume December 31. അപ്പൊ ജാനുവരി തൊട്ട് ഡിസംബർ 31 വരെ 12 മാസക്കാലം ഉള്ളതിൽ 9 മാസക്കാലം ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷവും 3 മാസം ഇൻകോർപ്പറേഷന് മുമ്പുള്ളതും, അതായത് പ്രയർ ടു ഇൻകോർപ്പറേഷൻ 3 months, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ 9 months. But the trial balance is prepared for the entire period. But the profit is to be ascertained for the 2 periods separately. Why? 3 months പ്രോഫിറ്റ് ഇൻകോർപ്പറേഷന് മുമ്പുള്ള പ്രോഫിറ്റ് ആയിട്ടും 9 months പ്രോഫിറ്റ് ഇൻകോർപ്പറേഷന് ശേഷമുള്ള പ്രോഫിറ്റ് ആയിട്ടും നിങ്ങൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഈ എക്സ്പെൻസസുകളെയും ഇൻകത്തിനെയൊക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് റേഷ്യോകളുണ്ട്. ടൈം റേഷ്യോ, സെയിൽസ് റേഷ്യോ, ഇങ്ങനെയുള്ള റേഷ്യോകളുണ്ട്. അങ്ങനെ ആ റേഷ്യോയിൽ നമ്മൾ എക്സ്പെൻസസിനെ അലോക്കേറ്റ് ചെയ്ത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ 3 മാസക്കാലത്തെ പ്രോഫിറ്റും 9 months പീരീഡിലെ പ്രോഫിറ്റ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെയും കാൽക്കുലേറ്റ് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട്. എന്തുകൊണ്ടായിരിക്കും? 3 months പീരീഡ് ഹരിത ചപ്പൽസിൽ നിന്ന് കിട്ടിയ ലാഭമായതുകൊണ്ടാണ് എന്ന് വിചാരിക്കേണ്ടത്. അതിന്റെ കാരണം, ആ പ്രോഫിറ്റ് നമ്മൾ വേർപെടുത്തുന്നതിന്റെ കാരണം എന്താ? ദാറ്റ് ഈസ് ഓൾസോ ബിലോങ്സ് ടു കമ്പനി. കമ്പനിയുടെ ലാഭം തന്നെയാണ്. പക്ഷെ ആ 3 മാസം പ്രോഫിറ്റ് സെപ്പറേറ്റ് കാണുന്നതിന്റെ കാരണം എന്താ? ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്? വാട്ട് ഈസ് റവന്യൂ പ്രോഫിറ്റ്?
നമ്മൾ കമ്പനി അക്കൗണ്ട്സിൽ നിന്ന് തുടങ്ങുന്ന ആദ്യ ചാപ്റ്ററാണ് ഞാനിത്. സോ അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും. All of you know about capital profit. Capital profit means the profit which are not available to the shareholders by way of dividend, but revenue profit which are available to shareholders by way of dividend. The net profit, the reserve appropriated from net profit are all are called the revenue profit which are available to the shareholders by way of dividend. But capital reserve, capital redemption reserve, these securities premium, these are not available to the shareholders by way of dividend. That is why it is called a capital reserve. So the profit prior to incorporation is treated as capital profit. It not belongs to the shareholders by way of dividend. ഒരു ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നെറ്റ് പ്രോഫിറ്റും ക്യാപിറ്റൽ റിസർവും റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ക്യാപിറ്റൽ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. നിങ്ങൾക്കറിയാം, ഷെയർ ഫോർഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ ബാലൻസ് ഇൻ ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് ട്രാൻസ്ഫർഡ് ടു വിച്ച് അക്കൗണ്ട്? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. Am I right? That profit is not available to the shareholders by way of dividend. Okay, but the revenue profits, the net profit arrived from the revenue account, which are available to the shareholders by way of dividends. So both profits are belongs to the company, but 3 months profit is treated as capital profit and 9 months profit are treated as net profit. Correct? So why profit prior to incorporation is calculated separately? It is calculated separately because that profit is earned from prior to incorporation. That means that profit is earned by a sole proprietor business. That profit is not belongs to the shareholders. That is why that profit is transferred to capital reserve. Company share issue ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഉണ്ടാക്കിയ ലാഭമാണ്. അപ്പോൾ ആ ലാഭം ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് അനുവദിച്ചുകൂടാ. അതുകൊണ്ടാണ് അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നത്. ബട്ട് 9 months പ്രോഫിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ പ്രോഫിറ്റ്. അപ്പോൾ മനസ്സിലായല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറഞ്ഞു തരുന്നത് എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, വൈ പ്രോഫിറ്റ്, എന്താണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷന്റെ പ്രത്യേകത? It is a capital profit. What is capital profit? That profit not belongs to the shareholders by way of dividend. That is the importance. പിന്നെ ക്യാപിറ്റൽ റിസർവ് വേറെ പല പർപ്പസിനും ഉപയോഗിക്കാം. അത് പല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ 3 months പ്രോഫിറ്റ് 9 months പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുക? എന്റെ എക്സാമ്പിളുകളിൽ ജാനുവരി 1st ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്, ഏപ്രിൽ 1st ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. അപ്പൊ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 months ആണ്. ഡേറ്റ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഡിസംബർ 31st 2019 ആണ്. So 9 months period, April to December, 9 months period is called the post incorporation period. So time ratio between these two periods, 3 months is to 9 months. So the time ratio comes to 3 is to 9. 1 is to 3. Then sales of these two periods are also to be compared. 3 month sales is called pre-incorporation sales and 9 month sales is called post-incorporation sales. Okay. അപ്പൊ സെയിൽസ് റേഷ്യോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 2 റേഷ്യോ ആയി. മൂന്നാമത്തെ റേഷ്യോ പർച്ചേസ് കൺസിഡറേഷൻ എന്നാ കൊടുക്കുന്നതെന്ന് നോക്കണം. അതുവരേക്കുള്ള ഇൻട്രസ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ പർച്ചേസ് കൺസിഡറേഷൻ ഇസ് ആൻ എക്സ്പെൻസ് ആയിട്ട് വരും. ജനുവരി 1 നമ്മൾ ഹരിതയ്ക്ക് കൊടുക്കേണ്ട 1 ലക്ഷം രൂപ നമ്മൾ ജൂൺ 1 കൊടുക്കുന്നെങ്കിൽ നോക്കൂ, ജനുവരി ഫെബ്രുവരി മാർച്ച് പ്രീ ഇൻകോർപ്പറേഷൻ 3 months, ഏപ്രിൽ മെയ് ജൂൺ 1 കൊടുക്കുന്നെങ്കിൽ ഏപ്രിൽ മെയ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ. അപ്പൊ ടൈം റേഷ്യോ ഫോർ പേയിങ് ഇൻട്രസ്റ്റ് വെന്റേജ് ഈസ് 3 months pre incorporation, 2 months post incorporation, 3:2. ഓക്കെ, ഇപ്പൊ ഞാൻ 3 റേഷ്യോ പറഞ്ഞു. ഇനി എങ്ങനെയാണ് എക്സ്പെൻസ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് പ്രോഫിറ്റ്, നമ്മൾ ആദ്യമേ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കണക്കിൽ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് 2 രീതിയിൽ വരും. ചിലപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫിഗറുകൾ എല്ലാം തന്നിരിക്കും. നമ്മൾ കോമൺ ആയിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കണം. ബോത്ത് ഫോർ ദ 12 months പീരീഡ് പ്രിപ്പയർ എ ഗ്രോസ് ട്രേഡിംഗ് അക്കൗണ്ട്, ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ്.
ഓക്കെ, മിക്ക കണക്കിലും ഗ്രോസ് പ്രോഫിറ്റ് ഡയറക്റ്റ് തന്നിരിക്കും, ചിലപ്പോൾ സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തന്നിരിക്കും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഗ്രോസ് പ്രോഫിറ്റ് അസെപ്റ്റൈൻ ചെയ്യാനുള്ള മാർഗം ഉണ്ടായിരിക്കും. Otherwise, prepare a trading account in common and find out the gross profit, and that should be allocated in which ratio? Sales ratio. Gross profit is also always allocated in sales ratio, pre and post incorporation period. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക, ഇതാണ് നമ്മുടെ ഇൻകം. ഇനി അതർ ഇൻകംസ് വല്ലതും ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്യണം. ഉദാഹരണത്തിന് ബാലൻസ് റിക്കവേർഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇങ്ങനെ ഇൻകം ഉണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്യണം. ഓക്കെ, then expenses. Administration expense, that means salary, rent, depreciation also. These are to be allocated in time ratio. So those expenses which are related to time proportion should be allocated in time ratio. Then interest to vendors, ഞാൻ പറഞ്ഞു time ratio. Example ഞാൻ പറഞ്ഞു. Then selling expenses in sales ratio. ഏതൊക്കെ selling expense? Commission to selling agents, traveling expenses for sales promotion, traveling expenses for sales promotion. Otherwise, traveling expenses is treated as an administration expense. Commission to agents, carriage outwards, advertisements, bad debt, all these are treated as selling expenses. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഈ എക്സ്പെൻസസ് അപ്പോർച്ച്മെന്റ് ഓഫ് ബേസിസ് ഓഫ് അപ്പോർച്ച്മെന്റ് എന്ന് പറഞ്ഞ് 1.5 പേജ് മുഴുവനും കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിക്കോണം. ഞാൻ ജനറൽ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു തരുക, സെല്ലിംഗ് എക്സ്പെൻസസ്, സെയിൽസ് റേഷ്യോ, ഇത് നോട്ടായിട്ട് എഴുതിയെടുക്കുക. Then debenture interest, preliminary expense, discount on issue of debentures, underwriting expenses. I will repeat: debenture interest, preliminary expenses, discount on issue of debentures, underwriting expenses. These are expenses incurred after the incorporation of the company only. Debenture can be issued after the incorporation of the company. So these are the expenses should be shown only in post incorporation period. So these items are called actual. That should be shown only in post incorporation period. Actual amount is apportioned to allocated to post incorporation period only. It is fully allocated to the post incorporation. There is no need to apportion these expenses. Clear? Then audit fees, actual amount shown in the post incorporation period. So audit fees പറയുമ്പോൾ ടാക്സ് ഓഡിറ്റ് ഫീസ് ആണെങ്കിൽ, അതായത് ടേൺ ഓവർ 1 crore കൂടുതലുള്ള ബിസിനസിന് ടാക്സ് ഓഡിറ്റിന് വിധേയമാണ്. ഇൻകം ടാക്സ് പഠിപ്പിച്ചിട്ടില്ല. 44AB എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ച് ടാക്സ് ഓഡിറ്റിന് വിധേയമാകുന്ന കമ്പനികളാണെങ്കിൽ അവരുടെ ഓഡിറ്റ് ഫീസ് സെയിൽസ് റേഷ്യോയിൽ 2 പീരീഡിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ വെറുതെ ഓഡിറ്റ് ഫീസ് തന്നിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റിൽ കൊടുക്കുക, ടാക്സ് ഓഡിറ്റ് ഫീസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് റേഷ്യോയിൽ വീതിക്കുക? സെയിൽസ് റേഷ്യോയിൽ വീതിക്കുക. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഹരിത ചപ്പൽസിന് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒരിക്കലും ഒരു എക്സ്പെൻസ് അല്ല. ഇൻകം ടാക്സ് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസിന് പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പക്ഷെ കമ്പനിക്ക് അതൊരു എക്സ്പെൻസാ. സോ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എവിടെ മാത്രം കാണിക്കുക? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ മാത്രം കാണിക്കുക. ക്ലിയർ? ദെൻ നമ്മൾ ടോട്ടലി ഇത് ടോട്ടൽ എക്സ്പെൻസ് ആയി. ഇനി ശ്രദ്ധിക്കണം, ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കയറ്റി എഴുതി. അതിന് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് എഴുതി. ഇതിനെ ക്യാപിറ്റൽ റിസർവ് എന്ന് എഴുതിയാലും മതി. സോ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു വിച്ച് അക്കൗണ്ട്? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ. ആൻഡ് the post incorporation profit is transferred to net profit. Net profit എന്ന് എഴുതിയാൽ മതി. This is revenue profit, this is capital profit. This is the difference. അപ്പോൾ രണ്ടും ഒരു ലൈനിൽ കൊണ്ട് എഴുതിയിട്ട് ഏതാ അങ്ങനെയാ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതിയാൽ പോരാ. അതുകൊണ്ട് ഇങ്ങനെ മാറ്റി എഴുതുക, അതാണ് ബെറ്റർ. ഇത് ക്യാപിറ്റൽ റിസർവ്, ദിസ് ഈസ് നെറ്റ് പ്രോഫിറ്റ്. ഇനി ആലോചിച്ച് നോക്കുക, ലോസാ വരുന്നെങ്കിലോ? ലോസാ വരുന്നെങ്കിൽ ഇതിന് എന്ത് പേര് കൊടുക്കുക? നെറ്റ് ലോസ്. പോസ്റ്റ് ഇൻകോർപ്പറേഷനിലെ ലോസ് ഈസ് കോൾഡ് നെറ്റ് ലോസ്. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ ലോസ് വരുവാണെങ്കിൽ that is better transferred to goodwill. എന്തായിട്ട് മാറ്റുക? ഗുഡ്വിൽ ആയിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾ എഴുതിയേക്കോ ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഇഫ് എനി ട്രാൻസ്ഫേർഡ് ടു ഗുഡ്വിൽ അക്കൗണ്ട് ഓഫ് ദ ബിസിനസ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് കണക്ട് ചെയ്യാനായിട്ടുള്ള ബേസിക് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ക്ലിയർ? ഓക്കെ. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്താണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇതിന്റെ കണക്കിന് നമുക്ക് ഒരെണ്ണം നോക്കണം. ഓക്കെ. ഇല്ലസ്ട്രേഷൻ 1 നോക്കാം.
Ram Udyog Limited was incorporated on August 1st, 2011. So date of incorporation August 1st. Date of incorporation. It had acquired a running business of Rama Company with effect from April 1st, 2011. Our date of incorporation August 1st. Date of purchase ഏത് ബിസിനസ്സാ വാങ്ങിച്ച ഉദ്യോഗ് ലിമിറ്റഡ് രാമ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു സോൾ പ്രൊപ്പറേറ്റർ ബിസിനസ് ഈസ് പർച്ചേസ്ഡ് ബൈ രാമ ഉദ്യോഗ് ലിമിറ്റഡ്. മനസ്സിലായി കാണുമല്ലോ. സോ ഹു ഈസ് ദ പ്രൊപ്പറേറ്റർ? ram and company. Who is the which one is the limited company? Ram Udyog Limited. It is incorporated only on August 1st, but the date of purchases is April 1st. April, May, June, July, 4 months period is called pre-incorporation period. Then account close ചെയ്യുന്നതെന്നാ നോക്കണം. ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് you are required to ascertain pre-incorporation and post-incorporation profit for the year ended 31st March 2012. Clear? So August, September, October, November, December, January, February, March, 8 months period is called post-incorporation period. So the time ratio is equal to January, April, May, June, July. 4 months pre is to 8 months post. So that comes to 1 is to 2. 1 is to 2 is the sales time ratio. Then during the year 2011-12, total sales were 36 lakhs. Sales per month in the first half year were half of what they were in the later half year. Sales per month in the first half year were half of what they were in the later half year. അതായത് 6 മാസക്കാലമായിട്ട് അവർ പറയുക. ആദ്യ 6 മാസക്കാലത്തെ സെയിൽസ് അടുത്ത 6 മാസക്കാലത്തെ സെയിൽസിന്റെ പകുതിയായിരുന്നു എന്നാ പറയുക. റൈറ്റ്? സോ ഞാൻ എഴുതുകയാണ് let sales per month average sales per month for the first 6 months is equal to rupee 1 എന്ന് ഞാൻ അസ്യൂം ചെയ്യുക. ആദ്യ 6 മാസക്കാലത്തെ സെയിൽസ് rupee 1 ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ? Therefore average sales per month for the remaining 6 months is equal to നേരെ ഇരട്ടി ആയിരിക്കും ₹2. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യ 6 മാസക്കാലത്തെ സെയിൽസ് അടുത്ത 6 മാസക്കാലത്തെ സെയിൽസിന്റെ പകുതിയായിരിക്കും. അപ്പൊ ഞാൻ എടുത്തത് ആദ്യ 6 മാസക്കാലത്തെ സെയിൽസ് 1 ആണെങ്കിൽ നേരെ ഇരട്ടി ആയിരിക്കും അടുത്ത 6 മാസക്കാലത്തെ. മന്ത്ലി ആവറേജ് ആണ്. റൈറ്റ്? അപ്പൊ എനിക്ക് ആദ്യ 6 മാസക്കാലത്തിൽ വരൂ ഈ 4 മാസക്കാലം. റൈറ്റ്? അപ്പൊ പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് എത്ര വരും? പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് ഈസ് ഈക്വൽ ടു how many months? 4 months into 1. Pre incorporation period ആദ്യ 6 മാസക്കാലമാ. Right? So that is 4. Then post incorporation sales is equal to ആദ്യത്തെ 2 മാസം ഏതിൽ വരും? ഫസ്റ്റ് 6 months പോസ്റ്റിൽ വരുന്ന ആദ്യത്തെ 2 മാസം എത്ര സെയിൽസ് വരുവുള്ളൂ? 2 months into 1 പ്ലസ് അടുത്ത എത്ര മാസം? ഇപ്പൊ അടുത്ത 6 മാസം 6 months into 2. അപ്പൊ എത്ര വരും? 2 into 1 into 6 into 2 ഇത് എത്ര വരും നോക്കുക? 2 into 1 2 6 into 2
12. അപ്പോൾ എത്ര വരും? 2 plus 12 14. Am I right? So ratio is equal to 4:14. 4:14. That is 2:17. 2:17. Am I right? അപ്പോൾ ഞാൻ സെയിൽസ് ആദ്യ 4 മാസക്കാലത്തെ സെയിൽസ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലുള്ളതാണ്. That comes to 4. അടുത്ത പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലാണ് 2 മാസം വരിക. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് 8 മാസമാണ്. അതിൽ 2 മാസം ആദ്യത്തെ 6 മാസത്തിലാ വരിക. അപ്പൊ അത് 2 വരുള്ളൂ. Then 6 മാസം എത്ര വരും? 2 വെച്ച് ഇരട്ടി വെച്ച് 12 വരും. അങ്ങനെ ടോട്ടൽ 14 വരും. So 4:14 is the sales ratio between pre and post incorporation period. That comes to 2:17. Sorry, 2:7. 2:7. 2:7. Not 17. I'm sorry. 2:7. Clear? Then the net profit of the company is 2 lakhs was worked out after charging the following expenses. You don't know the gross profit. Gross profit നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. P&L അക്കൗണ്ട് എഴുതുമ്പോൾ ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് വരുക. എക്സ്പെൻസസ് ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടുതൽ എക്സ്പെൻസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. Am I right? Depreciation P&L account debit ചെയ്യുന്ന ഐറ്റമാ. Directors fees, preliminary expenses, office expenses, selling expenses, interest to vendors, all these are expenses. Okay, ഈ expenses എല്ലാം കൂടി എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. So gross profit is equal to net profit plus all expenses debited in P&L account. All expenses debited in P&L account. That comes to 5,40,000 എന്ന് വരും. 5,40,000. 5,40,000 is the total expenses. Total net profit, gross profit. ഈ ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾ ഏത് റേഷ്യോയിലാണ് വിധിക്കേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ ഏത് റേഷ്യോയിൽ വിധിക്കണം? സെയിൽസ് റേഷ്യോയിൽ. Next, you are required to ascertain pre-incorporation and post-incorporation profit for the year ended 31st March 2012. ഞാൻ മുമ്പേ എഴുതി തന്ന പോലെ നിങ്ങൾ ഇനി സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് പ്രോഫിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. 3 കോളം ഉണ്ട്. ബേസിസ് കോളം, പിന്നെ പ്രീ, then പോസ്റ്റ്. ആദ്യം എന്ത് എഴുതണം? ഗ്രോസ് പ്രോഫിറ്റ്. എത്ര ഗ്രോസ് പ്രോഫിറ്റ്? നിങ്ങൾക്ക് 5,40,000. ഈ 5,40,000 ഏത് റേഷ്യോയിൽ വിധിക്കണം? സെയിൽസ് റേഷ്യോയിൽ വിധിക്കണം. ദാറ്റ് ഈസ് 2:7 എന്നുള്ള റേഷ്യോയിൽ വിധിക്കണം. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ എക്സ്പെൻസസ് ഓരോന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ ഏത് റേഷ്യോയിൽ? ടൈം റേഷ്യോയിൽ. 1:2 എന്നുള്ള റേഷ്യോയിൽ. ഡയറക്ടേഴ്സ് ഫീസ്, ഡയറക്ടർ എപ്പോഴേ വരുള്ളൂ? കമ്പനി ആയി കഴിഞ്ഞാലേ വരുള്ളൂ. അപ്പൊ അത് ഏത് പീരീഡിലേ വരുള്ളൂ? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. ആക്ച്വൽ എമൗണ്ട് ബേസിസ് കോളത്തിൽ എന്ത് എഴുതണം? ഡയറക്ടേഴ്സ് ഫീസ്. ബേസിസ് കോളത്തിൽ ആക്ച്വൽ എന്ന് എഴുതണം. ആക്ച്വൽ. എന്നിട്ട് ഏത് പീരീഡിൽ മാത്രം എഴുതുക? പോസ്റ്റിൽ മാത്രം എഴുതുക. ഓക്കെ. ഇതുപോലെ പ്രിലിമിനറി എക്സ്പെൻസസ്, that is also actual post incorporation period. Actual amount allocated to post incorporation period. Office expenses in which ratio? Time ratio. അപ്പോൾ നമ്മൾ ഓഫീസ് എക്സ്പെൻസസ് എഴുതുമ്പോൾ ഓഫീസ് എക്സ്പെൻസസ് ടൈം റേഷ്യോ എത്ര? ടൈം റേഷ്യോ 1:2. അപ്പോൾ നിങ്ങൾ T 1:2 എന്ന് എഴുതിക്കോ. അവിടെ എഴുതുമ്പോൾ സെയിൽസ് 2:7 എഴുതിക്കോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും yes sales ratio, T time ratio. Am I right? Then selling expenses, office expenses time ratio, selling expenses sales ratio. Then interest to vendors up to August. അപ്പോൾ അതിന്റെ ഒരു റേഷ്യോ കൂടെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ നോട്ടിൽ എഴുതണം time ratio for interest to vendors. എന്നാ നമ്മൾ വാങ്ങിയത് ഓഗസ്റ്റ് 1-ാം തീയതി ഇൻകോർപ്പറേഷൻ, ഏപ്രിൽ 1-നാണ് വാങ്ങിയത്. ഏപ്രിൽ മെയ് ജൂൺ 3 മാസം, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 4 മാസം നമുക്ക് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ആണ്. ആഗസ്റ്റ് ഇതെന്നാ കൊടുക്കുന്നത്? ആഗസ്റ്റ് 31 അപ്പൊ ആഗസ്റ്റ് ഏത് പീരീഡ് ആണ്? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ. അപ്പൊ ഇൻട്രസ്റ്റ് വെൻഡേഴ്സ് ഏത് റേഷ്യോയിൽ വിധിക്കണം? 4:1 എന്നുള്ള റേഷ്യോയിൽ വിധിക്കണം. അപ്പം ഞാൻ ഇവിടെ എഴുതുമ്പോൾ ഇൻട്രസ്റ്റ് ടു വെൻഡേഴ്സ് ടൈം റേഷ്യോ ഏതാണ്? ടൈം റേഷ്യോ
4:1 എന്നുള്ള ടൈം റേഷ്യോ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തതാ. This time proportion basis. 4 months is pre-incorporation and 1 month is post-incorporation. After that 1 month, the interest to vendors is paid. So this is only expenses only for 5 months period. Out of that 5 months, 4 months is pre-incorporation and 1 month is post-incorporation period. Correct? Then interest to vendors. That's all. All expenses are over. നിങ്ങൾ expenses total ചെയ്യുക, രണ്ട് expenses total ചെയ്യുക. Okay. എന്നിട്ട് ഇതിലെ പ്രോഫിറ്റ് എങ്ങോട്ട് മാറ്റുക? ക്യാപിറ്റൽ റിസർവ്. എന്ത് പേര് കൊടുക്കും? പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഇതിലെ പ്രോഫിറ്റ് ഇതുപോലെ സ്പേസ് ഇട്ടിട്ട് എഴുതിയേക്കുക നെറ്റ് പ്രോഫിറ്റ്. So profit prior to incorporation comes to 33,000 and the balance profit net profit 1,67,000, that is net profit. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിരിക്കും? മുമ്പത്തെ 2 lakhs കിട്ടിയിരിക്കും. Correct? 2 lakhs is the net profit given. Okay. അപ്പോൾ ഇങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട്. സാമ്പിൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇനി ഒരു കണക്ക് കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കണക്ക് കൂടെ നോക്കുക. ഇലസ്ട്രേഷൻ 2. The promoters of Glorious Limited took over on behalf of the company a running business with effect from 1st April 2011. Takeover date 1st April 2011. The company got incorporated on August 1st. April, May, June, July, 4 months period is pre-incorporation. Incorporated on August and the annual accounts made on 31st March. 8 months is post-incorporation period because accounts are closed on 31st March, April to March. So 4 months is pre-incorporation, 8 months is post-incorporation. Ratio between pre and post-incorporation comes to മുമ്പത്തെ പോലെ തന്നെ 4 months is to 8 months. എത്ര വരും? 1:2. Time ratio is 1:2. Then it is given the annual accounts were made up to 31st March, which were revealed that sales for the whole year totaled 1,600 for the entire 12 months period. It is 1,600, out of which up to still 31st July 2011 for 400 lakhs. That means in pre-incorporation period sales is 400 lakhs. 1,200, 1,600 minus 400, that comes to 1,200. So sales ratio comes to 400 is to 1,200. Sales ratio 400 is to 1,200. That is 1:3. 1:3. Well, you got the time ratio and you got the sales ratio. ഇനി അവിടെ നിങ്ങൾക്ക് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? സാലറി ഏത് റേഷ്യോയിൽ? ടൈം റേഷ്യോ. Rent rates and insurance time ratio, sundry office expenses time ratio, travelers commission sales ratio, discount allowed sales ratio, bar debt sales ratio, directors fees actual only in post incorporation period, tax audit fees sales ratio. Where audit fees ആയിരുന്നെങ്കിൽ post incorporation period. Tax audit fees വന്നാൽ remember, tax audit fees is allocated on the basis of turnover ratio. There is sales ratio. Depreciation on tangible asset, time ratio. Debenture interest, that is only after incorporation. That is only in the post-incorporation period. Am I right? That's all. Balance sheet. Here also you will get the pre-incorporation profit. Ask capital reserve. Pre-incorporation profit will get another profit ആണെങ്കിൽ that is always transferred into capital reserve. മറന്നു പോകരുത്. സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെ എഴുതിയിട്ടില്ല, നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ചെയ്ത പോലെ തന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് എഴുതുക, മറ്റേത് ഏതിലേക്ക് എഴുതണം? നെറ്റ് പ്രോഫിറ്റിലേക്ക് എഴുതണം. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ് ടു നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ. ആൻഡ് പ്രീ ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ് ടു ക്യാപിറ്റൽ റിസർവ്. Why it is transferred into capital reserve? Because that profit not belongs to the shareholders by way of dividend. So those profit not belongs to the shareholders by way of dividend is treated as capital profit. That is why it is transferred into capital reserve. Remember it. അങ്ങനെ രണ്ട് കണക്കുകൾ ഞാൻ ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി കണക്കുകളുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും വണക്കം.